KSRTC ബസ്സിനെ കുറുക്ക് വെച്ച് ചീത്ത വിളിക്കുന്ന വീഡിയോ ഒക്കെ ഫേസ്ബുക്കിൽ കിടപ്പുള്ളൂ. ഇപ്പൊ നാട്ടുകാരുടെ മുമ്പ് ചോദിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാറ്. കണ്ടക്ടർ എന്ത് ചെയ്യും? ടൈം ഷെഡ്യൂൾ കയ്യിലുണ്ടോ? ടൈം ഷെഡ്യൂൾ ടൈം എക്സിബിറ്റ് ചെയ്യണം ഇവിടെ. ഇവിടെ എക്സിബിറ്റ് ചെയ്യണം. ലൈസൻസ് ഞാനില്ല, ഞാനിട്ട് കയറി അതിൻ്റെ ഡ്രൈവറാണ്. വലിച്ചു മരിക്കിട്ട് അവൻ ഇറങ്ങി. ഞാനിട്ട് കയറിയുള്ളൂ. ഇതിൽ കണ്ടക്ടർ വലിച്ചു മരിക്കിട്ട് വലിച്ചു ഇറങ്ങി. അതിൻ്റെ എന്നായിരുന്നു സംഭവം? ഇന്നോ? പുള്ളി പെട്ടെന്ന് ഉച്ചയായിട്ട് ഇറങ്ങി പോയത്. ഉച്ചയ്ക്ക് പോയി. അങ്ങനെ എമർജൻസിയിൽ കയറിയത്? ഞാനിപ്പോൾ നൈറ്റിലെ ഡ്രൈവറാണ്. ഇതിൽ തന്നെ ഡ്രൈവർ? അല്ല, കണ്ടക്ടറിന്റെ ആരോ മരണപ്പെട്ടു. കണ്ടക്ടർ ഡ്രൈവർ മരിച്ചിട്ട് പുള്ളി ഇറങ്ങി ഇവിടെ മുഴുവൻ പെട്ടെന്ന് ആൾക്കാർ മരിക്കുക. ഞാനിപ്പോൾ കയറി മരണം ഇത് അടിയിൽ പമ്പിലോട്ട് വരുന്നത്. അതിന്റെ താഴെ പ്ലേറ്റിന്റെ ഇതിന്റെ ആ സ്റ്റാർട്ടറിന്റെ ഇതുകൊണ്ട് അതിന്റെ അടിയിലേ സാറേ, ഇതുകൊണ്ട് അത് കണ്ടോ പമ്പ് പമ്പിന്റെ ആ നോസിലിന്റെ ഇടയ്ക്ക് അതാണ്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതുകൊണ്ട് അതുകൊണ്ട് അവിടെ ആ കൈ അങ്ങനെയല്ല, ഇതുകൊണ്ടിരിക്കുന്നു സാർ. നീണ്ടു പോകുന്ന വെള്ള പൈപ്പില്ലേ? അല്ല ഇത് കണക്ട് ഒഴിച്ചതാണോ അല്ലെങ്കിൽ ലീക്കാണോ നോക്കിക്കോണോ അത്. കണക്റ്റഡാ മുകളിലത് ഇതിനകത്ത് പുള്ളിയായിരുന്നു ഡ്രൈവർ. KSRTC ബസ്സിനെ കുറുക്ക് വെച്ച് ചീത്ത വിളിക്കുന്ന വീഡിയോ ഒക്കെ ഫേസ്ബുക്കിൽ കിടപ്പുള്ളൂ. അവർ തിരിച്ചായിപ്പോ പ്രിന്റ് എടുത്ത് കൈ വെക്കണം, വണ്ടിയിൽ എഴുതി വെക്കണം. ഇനി അടുത്ത ഞാൻ എപ്പോഴാണ് വരുന്നത്? നാളെ എപ്പോഴാണ് വരുന്നത്? രാവിലെ 7:15 വരുമ്പോൾ ഞങ്ങൾ നോക്കും. തമാശ പറഞ്ഞല്ല, നോക്കും. അതിനകം സാധനം എഴുതി വെക്കണം. രാത്രി സമയമുണ്ടല്ലോ, ടൈം കൃത്യമായിട്ട് എഴുതിയിരിക്കണം. വണ്ടിയുടെ കണ്ടീഷൻ ഇച്ചിരി മോശമാണ്, മോശമല്ല. 14:44 ഓർമ്മ വിടുന്നോ? ടൈം ഷീറ്റ് എഴുതിക്കൊണ്ട് വരണം. പിന്നെ ഇതിനെപ്പറ്റി ഒരുപാട് പരാതികളൊക്കെ വരുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഹെവിയൊക്കെ എടുക്കുമ്പോഴേ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒരു സാധനമുണ്ട്. ഈ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. സാധനമുണ്ട്. ഈ ചൂടത്ത് എങ്ങനെയാണ്? അല്ല, ഒന്നുകൂടെ വണ്ടി ഓടിച്ചേക്കുന്നു. അത് കൊണ്ടോടി വർക്ക്ഷോപ്പിലേക്ക് ഞങ്ങളുടെ പുറകെ ഉള്ള വണ്ടിയാണ് അത് പോകും. അത് ബോഡി വർക്ക്ഷോപ്പിൽ കിടന്ന വണ്ടിയാണ്. അത് വണ്ടി ബോഡി വർക്ക്ഷോപ്പിൽ കിടക്കുമായിരുന്നു. അന്നേരം ആ പുള്ളി പറയണം നീക്കിയിട്ട് നിങ്ങൾ വണ്ടി കഴുകിയിട്ട് പോവാണെങ്കിൽ പൊക്കോളാൻ പറയാം. അന്നേരം കഴുകാൻ നേരത്തെ നമുക്ക് ഈ ഡോക്ടർമാർക്കൊക്കെ ഉണ്ട് ഈ ഓവർകോട്ട്. ഇങ്ങോട്ട് നോക്കാം, നീ കേൾക്കാം പറഞ്ഞേക്കും. ഓവർകോട്ട് എന്ന് പറഞ്ഞാൽ ആ തൊഴിലനുസരിച്ചില്ല. ഡ്രൈവറുടെ ജോലി ഓവർകോട്ട് ഇടുന്ന ജോലിയല്ല കേട്ടല്ലോ. ഇനി നീ വരുമ്പോൾ സിംഗിൾ ട്രാക്ക് കേട്ടോ, ഡബിൾ വേണം. ഓക്കെ. ഇപ്പൊ നാട്ടുകാരുടെ മുമ്പ് ചോദിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാത്തത്.